ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിന്ന് വെള്ളരിക്ക വെച്ചിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരിക്ക കഴുകിയിട്ട് ഈ ഒരു വലുപ്പത്തിൽ കട്ടാക്കി ഇട്ടിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത്. ചെറിയ ജീരകം വളരെ കുറച്ച് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 2 അല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം അതിൻ്റെ മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് കുറുകിയിട്ടാകുമ്പോൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉലുവ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഈ കറി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.